ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഓരോ നാട്ടിലെയും ആശുപത്രികളുടെ പാർക്കിങ്ങിൽ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. അത്രയധികം രോഗികളാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കിഡ്നി രോഗികൾ കൂടുന്നു, ക്യാൻസർ രോഗികൾ കൂടുന്നു, അറ്റാക്ക് കൂടുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഈ രോഗമൊക്കെ എങ്ങനെ വരുന്നതെന്നറിയോ? നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ്. അതല്ലാതെ നമുക്ക് ഭക്ഷണം കിട്ടായിട്ടല്ല, നമുക്ക് അറിവില്ലായിട്ടല്ല, നമുക്ക് ചികിത്സ കിട്ടായിട്ടല്ല, നമുക്ക് ഡോക്ടർമാരോ ആശുപത്രികളോ ഇല്ലായിട്ടല്ല. ഇവിടെ ഇതൊക്കെ ഇത്ര അധികം ഉണ്ടായിട്ടും രോഗം വരാനുള്ള കാരണം, ഒന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കില്ല, കിടന്നിടത്ത് അങ്ങനെ കിടന്ന് ഫോണും പിടിച്ച് നിൽക്കും, മനസ്സിന് സ്ട്രെസ്സ് പിടിച്ച് ഹാപ്പി ഇല്ലാതെ അങ്ങനെ കൊണ്ടു നടക്കും, ലഹരികളും മയക്കുമരുന്നുകളും അങ്ങനെ ഉപയോഗിക്കും, ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ട് സ്ട്രെസ്സ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാകും. പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ ആരോഗ്യ ബോധവൽക്കരണം നടത്താമെന്നാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹോസ്പിറ്റലിലെ സീനിയർ മാനേജർ ദിവ്യയാണ്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ജീവിതശൈലികളെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഭാതം മുതൽ തന്നെ തുടങ്ങാം. ഈ സൂര്യപ്രകാശമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒന്നാണല്ലോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പലർക്കും തെറ്റിദ്ധാരണയുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി. ഏത് സമയത്ത് വെയിൽ കൊണ്ടാലാണ് വൈറ്റമിൻ ഡി ലഭിക്കുക എന്നുള്ളത് അതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, രാവിലത്തെ വെയിൽ കൊണ്ടാലല്ല വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത്. നമ്മൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഒരു ഡിസ്കഷനിൽ വന്നപ്പോൾ പറഞ്ഞു, രാവിലത്തെ വെയിലല്ലേ കൊള്ളുന്നത് നല്ലതാണ് എന്നുള്ളത്. അന്ന് അവർ പറഞ്ഞു, മോനെ എന്നാൽ അതങ്ങ് മാറ്റി വെച്ചളാ എന്ന്. അപ്പോൾ എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥിയായ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സംഗതിയാണ്, ഞാനടക്കമുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ വരെ തെറ്റിദ്ധരിച്ചു വെച്ച ഒന്നാണ് രാവിലത്തെ വെയിൽ കൊണ്ടാലാണ് വിറ്റാമിൻ ഡി ഉണ്ടാവുക എന്നുള്ളത്. തെറ്റാണ്, അത് മാറ്റണം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2-3 മണി വരെയുള്ള വെയിലാണ് നമ്മുടെ സാഹചര്യത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഇപ്പോൾ എന്നെപ്പോലുള്ള കുറേ ആളുകൾ പേടിക്കുന്ന ഒന്നാണ് ടാൻ അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ടാൻ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവരും പറയാറുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന്. അപ്പോൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുമോ? സൂര്യപ്രകാശം കിട്ടുന്നതിൽ നിന്ന് നമുക്ക് അബദ്ധമാവുന്ന കിട്ടാത്ത കുറച്ച് സംഗതികളാണ്. ഒന്ന്, സൺസ്ക്രീന്. അതിങ്ങനെ ഒരു പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കയറാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ആ സ്കിന്നിൽ പ്രശ്നം വരാത്തത്. പക്ഷേ അവിടെ വൈറ്റമിൻ ഡി നമുക്ക് വേണ്ട രൂപത്തിൽ കിട്ടില്ല. രണ്ടാമത്, ഇനി ചൂടുകാലം വരികയാണ്. പലരും എന്താ ചെയ്യുക, കാറിൽ പോവും, എ സി ഇടും, വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പൊന്തിക്കും, കിട്ടില്ല. അങ്ങനെ ഒരു ജനലിലൂടെയോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൂടെയോ വരുന്ന രശ്മികളിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ സഹായകരാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ കൈകൾ, വയറ്, കാലുകൾ എവിടെയൊക്കെയാണോ നമുക്ക് നേരിട്ട് സൂര്യപ്രകാശവുമായി തട്ടിക്കാൻ പറ്റുന്നത്, ആ രൂപത്തിൽ സൂര്യപ്രകാശം കൊള്ളുകയാണ് വേണ്ടത്. എത്ര സമയം നമ്മൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുക? ഇതിനൊരൊറ്റ ഉത്തരാണ്. എൻ്റെ അനുഭവത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം. കാരണം നമ്മൾ ഒന്ന് പുറത്തു പോവില്ല, പോസ്റ്റ് ഓഫീസിൽ പോകുന്നില്ല, ബാങ്കിൽ പോകുന്നില്ല, ഒക്കെ നെറ്റായി. പണ്ട് അക്ഷയ സെൻറ്ററിൽ പോകണം, റേഷൻ പീടികയിൽ പോകണം, ബസ്സിൽ തന്നെ എത്ര ആളുകളായിരുന്നു. ഇന്ന് എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ വെയിൽ തീരെ കൊള്ളുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത്ര സമയം അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെ പോയിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളതല്ല. ശരാശരി 10 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ വെളുത്ത ശരീരപ്രകൃതിക്കാരാണെങ്കിൽ വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. ഇനി തിരിച്ച് കറുത്ത ശരീരപ്രകൃതിക്കാരാണെങ്കിൽ അരമണിക്കൂർ വരെ കൊള്ളുക എന്നുള്ളതാണ്. ഇതിനർത്ഥം പുറത്തുള്ള കഠിനമായ വെയിലിൽ പോയിട്ട് നിങ്ങളത് കൊള്ളുക എന്നുള്ളതല്ല. മറിച്ച് ഒന്ന് പുറത്തിറങ്ങുന്നു, തിരിച്ചു വരുന്നു, ഒന്ന് ബൈക്ക് യാത്ര ചെയ്യുന്നു, പുറത്ത് വരുന്നു, ഒന്ന് പള്ളിയിൽ പോകുന്നു, ഒന്ന് സ്കൂളിൽ പോകുന്നു, ഇങ്ങനെ ടോട്ടലായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് സമയം വരെ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ആഗിരണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവേ വൈറ്റമിൻ ഡി എന്നുള്ളത് ഒരു ഫാറ്റ് സോലിബിൾ വിറ്റാമിനാണ്. അതുകൊണ്ട് തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒലിവെണ്ണ, അതുപോലെ തന്നെ തൈര്, ഇത്തരത്തിലുള്ള സംഗതികളാണ് കൂടുതൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. പൊതുവേ ഇതിന് ഗുളികകളെല്ലാം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വിശിഷ്യ മീൻ, ഇറച്ചി പോലുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഇതെടുക്കുന്നതാണ്
വേഗത്തിൽ ഇത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായകരായിട്ടുള്ളത്. എന്നാൽ മനസ്സിലാക്കുക, ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് അത്ര ഗുണം ചെയ്യില്ല എന്നുള്ളത്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് അറിയാൻ പറ്റുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. പല ആളുകളും ആശുപത്രിയിൽ വരും, ഡോക്ടറെ വേദനയാണ്, ക്ഷീണമാണ്, ഒരു മൂഡ് കിട്ടുന്നില്ല, ടൂറ് പോകാനാണെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റി ടൂറ് ബസ് കയറി ആകെ മൂഡ് ഓഫാണ്, ഉറക്കം ശരിയാവുന്നില്ല, എന്നാൽ ക്ലാസ്സിൽ വന്നിട്ട് എപ്പോഴും ഉറങ്ങും, വേദനയാണ്, ഞങ്ങൾ യൂറിക് ആസിഡും കൊളസ്ട്രോളും എല്ലാ ലാബിൽ നിന്നും ടെസ്റ്റ് ചെയ്തു, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് വൈറ്റമിൻ ഡിയുടെ ലക്ഷണമായിട്ട് തോന്നാറുള്ളത്. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വെയിൽ എന്ന് കൊണ്ടതാണ്, വെയിൽ കൊള്ളാറുണ്ടോ, അല്ലെങ്കിൽ എ സിയിൽ തന്നെ ഇരിക്കാറുള്ളോ എന്നുള്ളത്. അത് ഡോക്ടറെ, ഞാൻ പ്രവാസിയാണ്, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോകും, പിന്നെ വൈകുന്നേരം രാത്രി വരുള്ളൂ, ഇതിനൊന്നും സമയം കിട്ടില്ല എന്നുള്ളത്. ഉടനെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും വിറ്റാമിൻ ഡിയുടെ കുറവാണ് എന്നുള്ളത്. ഇപ്പോൾ ചൂടൊക്കെ കൂടി വരികയാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് ഫാനും എ സി എന്നുള്ളത്. ഇതിൽ ഫാനാണോ എ സി ആണോ നല്ലത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫാനും നല്ലതാണ്, എ സിയും നല്ലതാണ്. ഒപ്പം ഫാനും അപകടമാണ്, എ സിയും അപകടമാണ്. ഇത് അപകടമാവുന്നതും നല്ലതാവുന്നതും നിങ്ങൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഒരു റൂം അടച്ചിട്ടിരിക്കുകയാണ്, ജനലും വാതിലും ഒന്നുമില്ല, അവിടെ എ സി വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ഓക്സിജനെ പുറത്തേക്കും അകത്തേക്കും നല്ല ഓക്സിജനെ ഉള്ളിലേക്കും വേസ്റ്റായിട്ടുള്ള എയറിനെ പുറത്തേക്കും കളഞ്ഞ് എയർ ശുദ്ധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ടെമ്പറേച്ചറും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ എ സി നല്ലതാണ്. എന്നാൽ ഒരാൾ എ സിയിൽ മാത്രം ഇരിക്കുകയാണ്, അതിൻ്റെ ഫിൽറ്ററൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല, അതിലുള്ള എല്ലാ ചടിയും പൊടിയും അവിടെ തന്നെ കിടന്ന് ആ പൊടിയിൽ തന്നെ പിന്നെയും നിൽക്കുകയാണെങ്കിൽ ആ എ സി അപകടമാണ്. ഫാനിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് കാറ്റ് കിട്ടാനും ശരീരത്തിന് ചൂട് കുറയാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ ആ ഫാനിൻ്റെ ലീഫുകൾ വൃത്തിയാക്കാതെ, വീട്ടിലെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ കർട്ടണുകളും വൃത്തിയാക്കാതെ, കട്ടിലിൻ്റെ അടിയിലും അലമാരയുടെ മുകളിലും വൃത്തിയാക്കാതിരുന്നാൽ ഫാൻ തിരിയുമ്പോൾ ആ പൊടി മുഴുവൻ നമ്മളുടെ മേലേക്കാവുകയും അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം മിതമായ കൃത്യമായ ടെമ്പറേച്ചറിൽ, ഒരു 24 മുതൽ 26 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ ഫാനാണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം, പറ്റുകയാണെങ്കിൽ ജനൽവാതിൽ തുറന്നിട്ടതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യപ്രദമാണ്. തിരിച്ചാണെങ്കിൽ അപകടകരവുമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മൊബൈൽ എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ചാർജ് ഇല്ലാതെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് എത്രത്തോളം അപകടകരമാണ്? മൊബൈൽ ഫോണും ഇന്ന് സൗകര്യമാണ്, പക്ഷേ പലപ്പോഴും രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഒന്നാമത്, ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത കൂടുതലാണ്. മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് ഈ ചാർജർ യഥാർത്ഥത്തിൽ കമ്പനി ചാർജർ ആവില്ല, സെക്കൻഡ് ക്വാളിറ്റി ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടായിക്കഴിഞ്ഞാൽ അത് ഷോർട്ടാവാനുള്ള സാധ്യത ഉണ്ടാവാം. അങ്ങനെ പൊട്ടിത്തെറികൾ പോലുള്ള സംഗതികൾ ഒരുപാട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജിങ്ങിൻ്റെ സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ആവശ്യം വരികയാണെങ്കിൽ തന്നെ ഒറിജിനൽ ചാർജറുകൾ ഉപയോഗിക്കുക. മറ്റത് ചൂടായിട്ടുള്ള അവസ്ഥയിൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തലവേദന പോലെയുള്ള, അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഫങ്ഷന് കുറയാനുള്ള, അതുപോലെ തന്നെ മന്ദപ്പ് പോലെയുള്ള സംഗതികൾ, ഉറക്കക്കുറവ് പോലെയുള്ള സംഗതികൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ ഈ രാത്രി സമയത്ത് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് എത്രത്തോളം ദോഷകരമാണ്? ഈ മൊബൈൽ ഫോണിലെ ബ്ലൂ റേസ് കണ്ണിലേക്ക് അടിക്കുന്നിടത്തോളം നമ്മൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഓഫീസിൽ നിന്ന് ചിലപ്പോൾ കഴിഞ്ഞാലും ഇറങ്ങാൻ കുറച്ച് വൈകും. കാരണം ഫോണിലുള്ള കാര്യങ്ങളും റിപ്ലൈ കൊടുക്കാനും ചെയ്യാനുള്ള കാര്യങ്ങളും മുഴുവൻ ചെയ്ത് ഫോൺ ഓഫ് ചെയ്തിട്ടേ വീട്ടിലേക്ക് കയറാറുള്ളൂ. പലപ്പോഴും എൻ്റെ അയൽവാസികൾക്ക് എന്നെ കണ്ടിട്ടുണ്ടാകും, രാത്രി വളരെ വൈകിയാണെങ്കിലും ഫോണും പിടിച്ച് അങ്ങനെ തേരാപ്പാര നടക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളായിട്ട് വരുമ്പോൾ അവരെന്നെ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത് കിട്ടാൻ, അതിലൂടെ എനിക്കൊരു കുടുംബജീവിതം കിട്ടാൻ, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം കിട്ടാൻ അത് വളരെ അനിവാര്യമാണ്. നേരെ മറിച്ച് ഞാൻ നേരെ വീട്ടിലത്തെ ഓഫീസിലത്തെ എല്ലാ സ്ട്രെസ്സും ചീത്ത പറയലും ടെൻഷനും അല്ലെങ്കിൽ എല്ലാ സംഗതികളും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കുട്ടികളും അത് അനുഭവിക്കുകയാണ്. ഹോസ്പിറ്റലിലെ രോഗാണുക്കൾ മാത്രമല്ല, അവിടുത്തെ നെഗറ്റീവ് എനർജികൾ വരെ ഇവരിലേക്ക് എത്തുകയാണ്. അത് മാത്രമല്ല, ഇതും കൊണ്ട് അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മളുടെ മൂഡ് മുഴുവൻ BP റൈസ് ആയിട്ടായിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് കഴിഞ്ഞ് മക്കളായിട്ട് ഒന്ന് കിടക്കുമ്പോഴും ഫോൺ ഇതിലേക്കായിരിക്കും. പിന്നെ ഉറങ്ങാൻ കഴിയില്ല, രാത്രി ഉറക്കം കിട്ടില്ല. നമ്മളെ കേൾക്കുന്ന പലരും ഇത് വൈകി കാണുന്നവരായിരിക്കും. അവരവരുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് എത്രത്തോളം ദോഷമാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ,
നമ്മളുടെ ആ ഉറക്കം ശരിയായി കിട്ടില്ല. നമ്മൾക്ക് നല്ലൊരു ഉറക്കം കിട്ടിയാലേ പിറ്റേ ദിവസം ശോധന ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ശരിക്കും നടക്കുകയുള്ളൂ, ശരിയായ രൂപത്തിൽ നമ്മളുടെ BP റിതം ശരിയാവുള്ളൂ, നമ്മളുടെ ഹാർട്ടിന്, തലച്ചോറിന് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ശരിയായ ഉറക്കം വേണം. പക്ഷേ സംഭവിക്കുന്നത് ഈ ബ്ലൂ റേസ് കണ്ണിലേക്ക് അടിക്കുന്നത്തോളം കാലം നമുക്ക് ഉറക്കം കിട്ടാതെയാവും. എന്നെ വീക്ഷിക്കുന്ന പലരും തന്നെ ഇപ്പോൾ രാത്രിയായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അവർ ഈ ഫോണും പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ടാകും. പിന്നെ തളർന്നങ്ങ് ഉറങ്ങുകയാണ്. അതല്ലാതെ ശരിയായ ഉറക്കത്തിൻ്റെ റിതം നിങ്ങൾക്ക് കിട്ടാനോ ആസ്വദിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റാലും ക്ഷീണം ഉണ്ടാകും, മന്ദപ്പുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ഉറക്കം സുഖകരാവില്ല, ദുസ്വപ്നങ്ങൾ കണ്ടിട്ടും ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെയും ആയിട്ട് മാറും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആ BP കൂടി, അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് അറ്റാക്ക് വന്ന് ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെയൊക്കെ കാരണത്തെപ്പറ്റി ചെയ്യുകയാണെങ്കിൽ ഇത് അതിൽ വലിയൊരു ഘടകമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ, രാത്രി ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ രാത്രി കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കാതിരുന്നാൽ നമ്മൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഈ ഉത്തരം വീട്ടമ്മമാരായിട്ടുള്ള വിശിഷ്യ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് കേൾക്കേണ്ടത്. പലരും എന്ത് ചെയ്യും, ഇത് രാവിലെ കഴുകി വെക്കുക എന്ന് കരുതിയിട്ട് അങ്ങ് മാറ്റി വെക്കും. ഇതിന് ഏറ്റവും ആദ്യത്തെ ഭാഗം എന്നുള്ളത്, രാവിലെ നമ്മളൊരു തുള്ളി വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് കാണുന്നത് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ്. രണ്ടാമത്തത്, അപ്പം നമുക്ക് കിട്ടുന്ന ഈ ദുർഗന്ധം, ഇത് തന്നെ ആ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കാൻ മതി. ഇനി മൂന്നാമത്തത്, ഈ പഴയ ഭക്ഷണത്തിലെ ബാക്ടീരിയയും ഫംഗസും അതുപോലെ തന്നെ വൈറസുകളൊക്കെ വളരും. ഇത് ഭക്ഷ്യവിഷബാധക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാറ്റകൾ, ഈച്ചകൾ, ഇത്തരം പ്രാണികളൊക്കെ അവിടെ വരുന്നതിനും അതിലൂടെ തന്നെ എലികൾ പോലെയുള്ളവ വരുന്നതിനും അവയെ പിടിക്കാൻ ചേര പോലെയുള്ള സംഗതികൾ വരുന്നതിനൊക്കെ കാരണമാകും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ പാത്രം വൃത്തിയാക്കിയിട്ട് അവിടെ രോഗാണുക്കൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് വേണ്ടത്. പലരും പറയാറുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ളത്. ഈ വെള്ളം കുടിക്കുന്ന ശീലം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നു? ഏറ്റവും നല്ലതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒന്നാമത്, ഇത്രയും നേരം വെള്ളം കുടിക്കാതെ ശരീരം ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കിടക്കുകയാണെങ്കിലും നമ്മളുടെ ഹാർട്ടും തലച്ചോറും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ എന്നുള്ള കണ്ടീഷൻ അവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ കഴിയും. രണ്ടാമത്തത്, ശരീരത്തിലുണ്ടാവുന്ന കുറേ വേസ്റ്റുകൾ നമുക്ക് അങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത്, ശരീരത്തിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുടലുകളുടെ ചലനം ഒന്ന് എളുപ്പാക്കിയിട്ട് ശരിയായ ശോധന കിട്ടാൻ കഴിയും. മൂത്രം പോരാൻ പ്രയാസമുള്ള, കിഡ്നി സ്റ്റോൺ അടക്കമുള്ള രോഗികൾക്ക് അത് കൃത്യമായിട്ട് ഈസി ആയിട്ട് പോരാനും അങ്ങനെ നല്ലൊരു പ്രഭാതമായിട്ട് ആരോഗ്യം തുടങ്ങാനും ഏറെ സഹായകരായിരിക്കും. ഇപ്പോൾ എല്ലാവരും കളർഫുള്ളായിട്ടുള്ള ഇതിന് പിന്നാലെയാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കളർഫുള്ളായിട്ടുള്ള ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, അങ്ങനെയല്ലേ? അപ്പോൾ അതിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ നിറയ്ക്കുന്നത് ഒരു സ്ലോ പോയിസണായിട്ട് മാറുമോ? തീർച്ചയായും. നമ്മൾ പലപ്പോഴും ചൂടുള്ള ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് കപ്പിൽ ഉപയോഗിക്കുന്നതിലൂടെ ആ പ്ലാസ്റ്റിക്കിലുള്ള കെമിക്കൽസ് ഭക്ഷണത്തിൽ ചേരാനും അങ്ങനെ അത് ശരീരത്തിലേക്ക് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ അത് ഒഴിവാക്കാൻ ഒരു സിമ്പിൾ കാര്യം ചെയ്യുക. നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള കുപ്പിയുടെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ പാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ഭക്ഷണം കീപ്പ് ചെയ്യാൻ കഴിയും. ഇനി തണുത്തിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ അത്ര തന്നെ പ്രശ്നമല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം, കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ചൂടോടുക്കനെ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ പാരും. ഇനി അതല്ലെങ്കിൽ ചെയ്യുന്ന ഒന്നുണ്ട്, നമ്മൾ ചൂടുള്ള ചായ ഈ പ്ലാസ്റ്റിക് കപ്പിൽ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അങ്ങനെയാവുന്ന സമയത്ത് അതിലെ കെമിക്കൽ ഇതിലേക്ക് മിക്സ് ചെയ്യും. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കാം, കുപ്പി ഗ്ലാസ് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ അതിജയിക്കേണ്ടത്. നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ഉറങ്ങണം? സാധാരണയായി 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നതാണ് നല്ലത്. കൊച്ചുകുട്ടികളാണെങ്കിൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. എനിക്കൊക്കെ ഒരുപാട് രക്ഷിതാക്കളെ അറിയാം, കുട്ടി രാത്രി വൈകിയ കിടക്കുക, രാവിലെ എണീറ്റ് സ്കൂളിൽ പോകും. നമ്മുടെ രക്ഷിതാക്കൾ ഉച്ചക്കോ മറ്റോ സമയത്ത് അല്ലെങ്കിൽ കുട്ടി സ്കൂൾ പോയാലോ ഒന്ന് മയങ്ങും. ഈ പാവം കുട്ടിക്ക് അതിനുള്ളൊരു സമയം കിട്ടാത്ത അവസ്ഥ ഉണ്ട്. ഉറക്കം കിട്ടാത്തതിൻ്റെ പേരിൽ മന്ദപ്പ് വരുന്ന, തലവേദന വരുന്ന, രോഗം വരുന്ന, ഒരു കൺഫ്യൂഷൻ വരുന്ന, ഉന്മേഷക്കുറവ് വരുന്ന ഒരുപാട് രോഗികൾ വരും. ഇവർ വലിയ വലിയ രോഗമാണെന്ന് കരുതിയിട്ടാണ് വരിക. ചോദിക്കുമ്പോഴാണ് അറിയുക ഉറക്കം 5 മണിക്കൂറാണ്, 6 മണിക്കൂറാണ്. അപ്പോൾ ചോദിക്കും വലിയ ജോലിയാണോ? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല,
വീട്ടമ്മമാരാണെങ്കിൽ ഭർത്താവിനെ കാത്തിരിക്കും, എന്നിട്ട് ഭർത്താവ് വന്നേക്കിന് അങ്ങ് ഉറങ്ങും. ഇവരുടെ ഈ 8 മണിക്കോ 9 മണിക്കോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ശരിക്കും ഉറക്കം കിട്ടില്ല, അവർക്ക് ഉറക്കം കിട്ടില്ല. പിന്നെ രാവിലെ നേരത്തെ ഈ വീട്ടമ്മമാരെ എണീക്കുകയും ചെയ്യും. കൊച്ചു കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ യുവാക്കളാണെങ്കിൽ ഫോണിലും പിടിച്ച് അങ്ങനെ നിൽക്കും. ഇങ്ങനെ ഉറക്കം ശരിയായ അളവിലില്ലാത്തതിൻ്റെ പേരിലാണ് മേൽപ്പറഞ്ഞ രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ രോഗിയായി മാറുന്നത്. ഇനി കുറച്ച് ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. പലരും തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കാണാറുണ്ട്. ഇത് തടി കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടി കൂടുകയേ ഉള്ളൂ. ജങ്ക് ഫുഡിനോടും മറ്റുമൊക്കെയുള്ള താല്പര്യം കൂടുകയേ ഉള്ളൂ. വയറിൽ പുണ്ണടക്കമുള്ള രോഗങ്ങൾ വരാനും ഗ്യാസ് കെട്ടിയിട്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയേ ഉള്ളൂ. നേരെ മറിച്ച് നല്ല ഇഡ്ഡലി, അതല്ലെങ്കിൽ ദോശ, ഇതുപോലെ സാമ്പാർ, ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിയായ അർത്ഥത്തിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, കുടലുകളുടെ ചലനങ്ങൾ ശരിയായ അർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ട് രോഗങ്ങളില്ലാതെ ആവാനും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി രോഗം കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് സഹായകരായിരിക്കും. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്? ഞാൻ എപ്പോഴും ഒരു 9 മാർക്ക് 10 കൊടുക്കുന്നത് ഇഡ്ഡലി അതുപോലെ തന്നെ സാമ്പാറിനാണ്. കാരണം ഇത് എണ്ണയിൽ വേവിച്ചെടുക്കുന്നതല്ല. പുട്ടും കടലയും ഒക്കെയാണ്. ഞാൻ തീരെ കൊടുക്കാത്ത ഒന്ന് പൊറാട്ട ബീഫാണ്. കാരണം ആ മൈദയും ആ ബീഫും ഒക്കെ കൂടെ ശരീരത്തിന് കേടുണ്ടാക്കും. എന്നാൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെജിറ്റബിൾസ് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്, ഇഡ്ഡലി എത്തുന്നുണ്ട്. ഇനി മുട്ട, രാവിലെ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാരണം പ്രോട്ടീൻ കിട്ടാൻ. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ട് ഉപയോഗിക്കാം, കാരണം ആവിയിൽ വേവിച്ചതാണ്. എന്നാൽ ബട്ടൂറ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ബൂരി പോലെയുള്ള സാധനങ്ങൾ പരമാവധി ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പലരും തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചോറ് ഒഴിവാക്കിയിട്ട് രാത്രിയിൽ കൂടുതൽ പഴങ്ങൾ കഴിക്കും. ഈ രാത്രിയിൽ പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഞാനത് നല്ലതാണ് എന്നേ പറയുള്ളൂ. പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ എന്താവരുത്, മൂക്കറ്റം ചോറും പിന്നെ കുറേ പേസ്ട്രിയും അത് കഴിഞ്ഞിട്ട് പഴങ്ങളും കഴിക്കുന്ന നമ്മളുടെ ഇന്നത്തെ കാലത്തുള്ള ഡിന്നർ പാർട്ടികൾ പോലുള്ള സംഗതികൾ വേണ്ട. നിങ്ങൾ ചോറ് ഒഴിവാക്കിയിട്ട് പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ ഇത് ചില ആളുകളിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കും, ഷുഗർ ഒന്നാകെ കൂട്ടാൻ കാരണമാക്കും. അപൂർവം ആളുകളിൽ ഉറക്കക്കുറവുണ്ടാക്കും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ഒഴിവാക്കാം. എന്നാൽ നേരെ തിരിച്ചൊരു സാഹചര്യമുണ്ട്. നന്നായിട്ട് അടിച്ച് വീക്കിയിട്ട് പൊറാട്ടയും ബീഫും കുറേ കൊത്തി കയറ്റുന്നതിലേറെ എത്രയോ നല്ലതാണ് രാത്രി നമ്മൾ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഈ ഷുഗർ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം നമ്മളുടെ ശരീരത്തിൻ്റെ ദഹനം ശരിക്കും നടക്കാൻ വിശപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പച്ചക്കറികൾ കഴിക്കുക. അതിൽ തന്നെ ഇലക്കറികളും സലാഡുകളും കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്നാൽ ഒഴിവാക്കേണ്ടതായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മൈദ ഒഴിവാക്കണം, അരിഭക്ഷണങ്ങൾ ഒഴിവാക്കണം, പൊറാട്ട പോലെയുള്ള സംഗതികൾ ഒഴിവാക്കണം, എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കണം, പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് ഒഴിവാക്കണം. ഫ്രൂട്ട്സ് നല്ല സംഗതിയാണ്, പക്ഷേ പെട്ടെന്ന് ഷുഗർ കൂടാൻ കാരണമാവും എന്നുള്ളതുകൊണ്ട് ഫ്രൂട്ട്സും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുക, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റ് പഴം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരക്ക, അധികം പഴുപ്പാവാത്ത പേരക്ക കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല. എന്താവരുത്, വയറ് നിറയെ അരിഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കഴിക്കുന്ന അവസ്ഥയായിട്ട് മാറരുത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ തലേണ കവറുകളൊക്കെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്? വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കാനിടയുള്ള ഒരു അബദ്ധമാണ്. പലരും ബെഡ്ഷീറ്റുകൾ ക്ലിയർ ആക്കുകയില്ല. അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ പോലെ തന്നെ കർട്ടനുകൾ, തലേണയുടെ കവറൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ ഡ്രസ്സ് എന്നപോലെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളാണ്. ഇതിൽ പൊടി വന്നാൽ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അലർജി, തുമ്മൽ, ശ്വാസം മുട്ട് പോലുള്ള രോഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൽ ഇറിറ്റേഷൻ പോലുള്ള രോഗങ്ങളുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ബെഡ്ഷീറ്റ് തിരുമ്പാതിരുന്നാൽ, തലേണ തിരുമ്പാതിരുന്നാൽ ഈ തലയിലുള്ള എല്ലാ മുടിയിലുള്ള എണ്ണമെഴുക്കുകളും ആ തലേണയിലായിട്ട് അത് പിന്നീട് നമ്മളുടെ ഇവിടെ കോണ്ടാക്റ്റ് വരികയും ഇവിടെയുള്ള ചെറിയ സുഷിരങ്ങളിൽ ഇതിലെല്ലാം ഇൻഫെക്ഷൻ കയറുകയും അത് അടയുകയും ചെയ്ത് മുരുകക്കുരു അടക്കമുള്ള സംഗതികൾ വരാം. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ യുവപ്രായത്തിൽ ഹൃദയാഘാതം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നൊരുപാട് യുവാക്കൾ കുഴഞ്ഞ് വീണ് മരിച്ചു. കാരണം നോക്കുമ്പോൾ ഹൃദയാഘാതമാണ്. BP കൂടുക, ടെൻഷൻ കൂടുക,
അതുപോലെ തന്നെ ശരീരത്തിൽ കൊളസ്ട്രോൾ അടക്കമുള്ള സംഗതികൾ കൂടുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്, വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്, ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്, ഉറക്കം ധാരാളം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി. പലപ്പോഴും ഇവർ ഭക്ഷണം ലിമിറ്റ് ചെയ്താണ് കഴിക്കുന്നുണ്ടാവുക, പക്ഷേ സമയത്തിനാവുന്ന കഴിക്കുന്നുണ്ടാവില്ല. മനസ്സിന് എത്രയോ നല്ല ജോലി ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ടെൻഷനായിരിക്കും മുഴുവൻ. ഈ ടെൻഷനുകൾ ഒഴിവാക്കി നന്നായിട്ട് ഹാപ്പിയായി നല്ല ഭക്ഷണം കഴിച്ച് ലഘുവായിട്ടുള്ള വ്യായാമവും വിശ്രമവും എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ലഹരിയും പ്രത്യേകിച്ച് സിഗരറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ യുവാക്കളെ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. സർ, ദിവസവും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമോ? സാധാരണ രീതിക്ക് മുട്ട നല്ലൊരു പ്രോട്ടീൻ്റെ സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് രാവിലെ ഒരു മുട്ടയുടെ വെള്ള എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ പലപ്പോഴും ജിമ്മിൽ പോകുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് 5 മുട്ടയും 8 മുട്ടയൊക്കെ എടുക്കുന്നത്. ഇത് അപകടങ്ങളുണ്ടാക്കും, പ്രത്യേകിച്ച് മൂലക്കുരു പോലുള്ള രോഗങ്ങളുണ്ടാക്കും. മുട്ട നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ സ്രോതസ്സ് എന്നുള്ള നിലക്ക് നന്നായിട്ട് വ്യായാമമുള്ള ശരീരത്തിൽ മുട്ട എടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. എന്നാൽ മനസ്സിലാക്കുക, മുട്ടയുടെ വെള്ളയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ചില ആളുകളിൽ കൊളസ്ട്രോൾ അമിതമായി കൂടി നിൽക്കുന്നതുണ്ടാകും. അത്തരം ആളുകൾ പരമാവധി മുട്ട എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ദിവസേന തൈര് കഴിക്കുന്നത് നല്ലതാണോ? തൈര് നല്ല ഒരു പ്രോബയോട്ടിക്കാണ്. ദഹനം ശരിയാക്കാനും ദഹന പ്രശ്നങ്ങൾ ശരിയാക്കാനും നല്ല ഒരു സാധനമാണ്. എന്നാൽ ചില ആളുകൾ രാത്രി ഇതെടുക്കുമ്പോൾ അവർക്ക് സൈനസൈറ്റിസ് പോലെ, അലർജി പോലെ, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് പോലെ കണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാത്രി എടുക്കുന്നതിൽ പ്രയാസമാണ്. എന്നാൽ നിങ്ങൾക്ക് പകൽ സമയത്ത് ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണത്തിൻ്റെ മുൻപോ ഇത് ഉപയോഗിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നന്നായി ദഹനമുണ്ടാവാനും ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ ശോധന ഉറപ്പുവരുത്താനും വളരെ നല്ലതാണ്. പലരും ജീവിതത്തിൽ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലാറമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി എണീക്കും. അത് ഹൃദയത്തെ ബാധിക്കുമോ? ഒരു സംശയമില്ല. നമ്മൾക്ക് എപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഞെട്ടലുകൾ അത് BP കൂടാൻ കാരണമാകും. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലൊന്നും ഇപ്പോൾ ഇതൊരു പ്രശ്നമല്ല. വയസ്സാവുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ BP പെട്ടെന്ന് കൂടുക, അതുപോലെ തന്നെ രക്തോട്ടം പെട്ടെന്ന് കൂടുന്നത് BP ഒക്കെ ആൾറെഡി ഉള്ള ആളുകളിലാണെങ്കിൽ പ്രയാസം ഉണ്ടാകും. ഇത് മാത്രമല്ല, നമ്മളുടെ ഉറക്കം എന്നുള്ളത് ശരിക്കൊരു സൈക്കിളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വയറിനെ മതി എന്ന് തോന്നിയിട്ട് മേലേക്ക് ഏമ്പക്കൊക്കെ വിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്താനുള്ള സിഗ്നൽ തരും. ഇതുപോലെ തന്നെയാണ് ഉറക്കം. നമ്മുടെ ശരീരത്തിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അത് വെച്ച് എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഇത്തരത്തിൽ അലാരം അത് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ആധിയിൽ BP കൂടുന്നതിനും രോഗങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ വായ തുറന്ന് ഉറങ്ങുന്നത് അപകടകരമാണോ? വായ തുറന്നുറങ്ങുന്നത് പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. ഒന്നാമത്തത് അഡിനോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ, അതുപോലെ തന്നെ അമിതമായി കൊഴുപ്പടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ്. പലപ്പോഴും ആളുകളിൽ ഈ കൂർക്കം വലിയൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു തുടക്ക ലക്ഷണമായിട്ട് ഇങ്ങനെയാണ് കാണുക. പിന്നീട് ഈ കൂർക്കം വലി കൂടിയിട്ട് അറ്റാക്ക് പോലുള്ള വലിയ രോഗങ്ങളിലേക്ക് വരെ എത്താറുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് വായ അടച്ച് കിടക്കുക എന്നുള്ളതാണ്. വായ തുറന്ന് കിടക്കുന്നത് ഒരു രോഗലക്ഷണമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വായ തുറന്ന് കിടക്കുന്നത് കൊണ്ട് ഡ്രൈനസ് ഉണ്ടാവാൻ, വായിൽ രോഗാണുക്കൾ വരാൻ, വായനാറ്റം ഉണ്ടാവാൻ, പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും അസുഖം ഉണ്ടാവാനൊക്കെ കാരണമാവും എന്നുള്ളതാണ് ആളുകളെ ബോധിപ്പിക്കാനുള്ളത്. ഡോക്ടറുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഏത് രോഗമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൻസറാണത്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് കണ്ടിട്ടുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ്. അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു നാട്ടിൽ ഒരു 5 പേർക്കോ 10 പേർക്കോ ഉള്ളൂ. പക്ഷേ ഓരോ വീട്ടിലെയും ഓരോ അംഗങ്ങളും ഇന്ന് പൈൽസ്, ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, മാനസിക പ്രശ്നങ്ങൾ, അമിതവണ്ണം, ഇങ്ങനെ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വരാനുള്ള കാരണം ജീവിതശൈലിയിൽ ഭക്ഷണമില്ലായ്മ, ഉറക്കമില്ലായ്മ, വ്യായാമമില്ലായ്മ, ടെൻഷൻ അടിച്ച് പൊളിക്കുക, ബന്ധങ്ങളില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ ഒരു മരുന്നുമില്ലാതെ നല്ലൊരു ശതമാനം അസുഖം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ഈ കൊളസ്ട്രോൾ മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ? വളരെ സിമ്പിൾ. നമ്മളുടെയൊക്കെ വീട്ടിൽ ഇണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. ഇതിൻ്റെ നീരെടുക്കുക.
ഇത് ഒരു സ്പൂൺ എടുക്കുക, വെറും വയറ്റിൽ ഒരു അര ഗ്ലാസ് വെള്ളമായിട്ട് ചേർത്തിട്ട് കുടിക്കുക. ഒരു 15 ദിവസം അതൊന്ന് ചെയ്തു നോക്കൂ, നല്ല മാറ്റം കാണും. അതുപോലെ തന്നെ മഞ്ഞൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തൂ. നന്നായിട്ട് കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. വെള്ളുള്ളിയുടെ ഓരോ അല്ലി എടുത്തിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കുക. അതല്ലാതെ അത് സുർക്കിയിലിട്ടിട്ട് കഴിക്കാനൊന്നും പോകരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ഒരു ശതമാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊളസ്ട്രോൾ കുറക്കാൻ അത് സഹായകരാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും അരിഭക്ഷണവും എണ്ണമെഴുക്കും തീന്മേശയിൽ നിന്ന് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുകയും ചെയ്യും. സർ, ഷുഗർ കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ? വളരെ സിമ്പിൾ. പഞ്ചസാര അങ്ങ് ഒഴിവാക്കുക. പഴങ്ങൾ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റും അത്രത്തോളം നല്ലത്. അരിഭക്ഷണം, വിശിഷ്യ തവിടില്ലാത്ത അരിഭക്ഷണം പരമാവധി കൺട്രോൾ ചെയ്യുക. മൈദ അത് 0 ആക്കിയിട്ട് മാറ്റുക. ചിയാ സീഡ് അത് വെള്ളത്തിലിട്ടിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ചിയാ സീഡ് ഉപയോഗിക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഷുഗറിനെ നേരിടാനും ഷുഗർ ഇല്ലാതെയാക്കാനും സുഖകരമായിട്ട് നല്ല വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷുഗറിനെ പേടിക്കാതെ ജീവിക്കാനും കഴിയും. ഈ പറഞ്ഞതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംഗതിയാണ്. ഷുഗർ വല്ലാതെ ഉള്ള ഒരാൾ ഉടനെ മരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, ഷുഗറിൻ്റെ പാരമ്പര്യമുള്ളവരും തുടക്ക ലക്ഷണങ്ങൾ കാണിക്കുന്നവരൊക്കെ ചെയ്താൽ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. സർ, BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? BP കുറയ്ക്കാൻ മാനസികാരോഗ്യം ശരിയാക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം. സ്ട്രെസ് ഒഴിവാക്കുക. എല്ലാവരോടും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് ഹാപ്പി ആയിട്ട് മാറുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് BP വന്ന് അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്ന് ഒരിടത്ത് തളർന്ന് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. നേരെ മറിച്ച് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് അതിൽ ബേജാറായി ഉറക്കല്ലാതെ പോയി കഴിഞ്ഞാൽ BP കൂടും. ദേഷ്യപ്പെടൽ കുറയ്ക്കുക. ബന്ധങ്ങൾ ഊഷ്മളാക്കുക. നമ്മൾ ഭക്ഷണത്തിൽ കൊഴുപ്പുള്ളത് പരമാവധി ഒഴിവാക്കുക. എണ്ണമെഴുക്ക് പരമാവധി ഒഴിവാക്കുക. ലഹരിയും പുകവലിയും 0 ആക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് മരുന്നും ഇല്ലാതെ നമുക്ക് BPനെ വരുതിയിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒന്നാണ് പെട്ടെന്നുള്ള പ്രകോപനങ്ങൾ. ഇപ്പോൾ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു, ആസിഡ് ഒഴിച്ചു, അതേപോലെ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സങ്കടത്തിൻ്റെ പുറത്ത് പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാനിതിനെപ്പോഴും എന്താ പറയുക അറിയോ, പറഞ്ഞാൽ ചിലപ്പോൾ ദിവ്യ എന്നെ അടിക്കും. കാരണം അത്രയും സിമ്പിളാണ് ഇതിനുള്ള സൊല്യൂഷൻ. എല്ലാത്തിനും സിമ്പിളായിട്ട് കാണാനും ചിരിക്കാനും തമാശയാക്കാനും പഠിക്കുക. എല്ലാം ഭയങ്കര സംഭവമാക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ അതേ ഉണ്ടാവുള്ളൂ. കുറച്ചിപ്പോൾ ഒരാളിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടു എന്നരുത്, ഞാൻ ഓന് തിരിച്ച് കമൻ്റ് ഇട്ട് നീ അങ്ങനെയല്ലേ, നിന്നെ എനിക്കറിയടാ, നിൻ്റെ കുടുംബക്കാർ എനിക്കറിയടാ, നീ ആരടാന്ന് ചോദിച്ചാൽ അവനിതറിയ പോലും ഇല്ല. അവൻ ചിലപ്പോൾ കമൻ്റ് ഇട്ട് പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് അവൻ പറയണേ എന്താ ഡോക്ടറെ വയറ് ചാടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഞാനങ്ങ് പ്രകോപിതനാവുമല്ല വേണ്ടത്. ശരിയാണ്, നാളെ മുതൽ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായി? അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ആരോഗ്യത്തിലേക്ക് പോവുകയും ചെയ്യും. എല്ലാത്തിനെയും സിമ്പിളായിട്ട് നേരിട്ടാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരക്കാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി ഇതാണ്. ഇപ്പോൾ കൊറോണ കാലം കഴിഞ്ഞ തൊട്ട് എല്ലാ കുട്ടികളും ഫോണിലാണ്. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ ശീലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക്, കളിയിലേക്ക്, മണ്ണിലേക്ക്, പൊടിയിലേക്ക്, പരസ്പര ബന്ധങ്ങളിലേക്ക്, അടുത്ത വീട്ടിലെ കുട്ടിനോട് ഇടപഴകുന്നതിലേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലടക്കം പലപ്പോഴും ഇത് കഴിയാറില്ല. നമ്മളെന്താ ചെയ്യാറുണ്ട്, നമ്മൾ രക്ഷിതാക്കൾ തന്നെ ഫോണിലായിരിക്കും. അപ്പോൾ നമ്മളുടെ ഫോൺ വേഗം ഈ കുട്ടിയുടെ ശല്യം തീർക്കാൻ വേണ്ടി അവന് കൊടുക്കും. സംഭവിക്കുന്നത് എന്താ, ആ കുട്ടി മൊബൈൽ അഡിക്റ്റ് ആയിട്ട് ലോകവുമായി ഒരു ബന്ധമില്ലാതെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് രക്ഷിതാക്കൾ അവരൊപ്പം സമയം ചെലവഴിക്കുക, അവരെ പുറത്തേക്ക് കൊണ്ടുവരിക, അവർക്ക് മൊബൈലിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ലോകം കാണുക എന്നുള്ളതാണ്. പെറ്റ്സ് നല്ലതാണ്, സൈക്കിള് നല്ലതാണ്, പൂക്കളായിട്ട് ഗാർഡനിങ് അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അത് നല്ലതാണ്. പുറത്ത് പോയിട്ടുള്ള കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് കൊണ്ടുവന്ന് മൊബൈലിൽ നിന്ന് നമ്മളും അവരും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരുമോ? ഒരു 10 വർഷം മുമ്പൊക്കെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ആളുകൾ പറയും, ഡോക്ടറെ സത്യമാണ് ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, പിന്നെ എനിക്കെങ്ങനെ ഫാറ്റി ലിവർ വന്നു എന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അറിയാം കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും ഫാറ്റി ലിവർ വരും എന്നുള്ളത്. അരിഭക്ഷണം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, അമിതമായിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുക,
രാത്രി നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, ശരീരം നന്നായിട്ട് വിയർക്കുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്യുക. ഇനി നമ്മുടെയൊക്കെ വീട്ടിലുള്ള വെള്ളുള്ളി ഇതിന് നല്ല സൊല്യൂഷനാണ്. കൊഴുപ്പ് കുറക്കാൻ ഏറെ സഹായകരായിരിക്കും. ഭക്ഷണത്തിൽ കൂടുതലായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ പരമാവധി എണ്ണയും കൊഴുപ്പും നെയ്യും ഡാൽഡയും വനസ്പതിയൊക്കെ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കിയാൽ നമുക്ക് മരുന്നില്ലാതെ തന്നെ ഫാറ്റി ലിവറിനെ വരുതിയിലാക്കാൻ പറ്റും. ഇന്ന് സ്ത്രീകൾ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് PCOD എന്നുള്ളത്. ഈ PCOD കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ളത് കൗമാരക്കാരികളിൽ മുതൽ കുട്ടികളില്ലാതെ ചികിത്സക്ക് വരുന്ന പല ആളുകളിലും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു രോഗമാണ്. ആദ്യം വേണ്ടത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കോഴി കഴിച്ചിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. പരമാവധി എണ്ണമെഴുക്കുള്ള ഭക്ഷണവും പഞ്ചസാരയും കൃത്രിമ ഭക്ഷണങ്ങളുമാണ് ഇന്ന് ന്യൂജൻ സ്ത്രീകളിൽ. ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിൽ പേസ്ട്രി ഉണ്ടാവും, പുഡിംഗ് ഉണ്ടാവും. ക്ലാസ്സിൽ ആഘോഷങ്ങളുണ്ടെങ്കിൽ കേക്ക് മുറിക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് സ്വാതന്ത്ര്യദിനത്തിന് മാത്രമാണ് സ്കൂളിലൊരു മിഠായി കൊടുത്തിരുന്നത്. ആരെങ്കിലും വാപ്പാർ ഗൾഫിൽ നിന്ന് വന്നാലൊരു മിഠായി കിട്ടും. ഇന്ന് ഓരോ ദിവസവും എത്ര കേക്കാണ് ഓരോ സ്ഥാപനങ്ങളിലും സ്കൂളിലും മുറിക്കുന്നത്. ഇതെല്ലാം അവരുടെ ജീവിതശൈലിയിൽ അവരുടെ ഹോർമോണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി PCOD എന്ന രോഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പൈൽസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ പൈൽസ് എന്നുള്ള രോഗം പുറത്ത് പറയാൻ ഒരുപാട് പേർക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം വളരെ നിസ്സാരമായിട്ടുള്ള ടിപ്സ് ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് പുറത്ത് പറയാത്തതിൻ്റെ പേരിൽ ഇത് ഗൗരവമായിട്ട് മാറാറുണ്ട്. ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ പൈൽസ് കാരണം ബ്ലീഡിങ്ങും പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു വട്ടപ്പാത്രം അല്ലെങ്കിൽ തൊട്ടിപ്പാത്രം എന്ന് പറഞ്ഞ പാത്രം ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ 1/4 ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ചന്തിയുടെ ഭാഗം അവിടേക്ക് ഇറക്കി വെക്കുക. നന്നായിട്ട് 3-4 സ്പൂണ് കല്ലുപ്പ് ഇടാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇരിക്കുക. ദിവസവും 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇരിക്കുകയാണെങ്കിൽ അവിടെയുള്ള വേദന കുറയാനും ഇൻഫെക്ഷൻ പോവാനും ബ്ലീഡിങ് ശരിയാവാനും തടിപ്പ് കുറയാനും ശോധന ശരിയാവാനൊക്കെ വളരെ നല്ല ഒരു ഹോം റെമഡിയാണിത്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല നമ്മൾ എല്ലാവരും കേട്ട് വരുന്ന ഒന്നാണ്. ഇത് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ മാറ്റാം? ടോയ്ലറ്റ് ശീലങ്ങളാണ് പലപ്പോഴും ഇതിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഫോണും പിടിച്ചാണ് ടോയ്ലറ്റിലേക്ക് പോവുക. കുറേ നേരം ടോയ്ലറ്റിൽ ആലോചിച്ചിട്ട് ഇരിക്കും. നല്ല സ്പീഡിൽ ആ പൈപ്പ് അതിലേക്ക് അങ്ങ് അടിച്ചു കൊടുക്കും. വയറ്റിന്ന് പോവാൻ തോന്നിയാലും വീട്ടിലെത്തട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കും. വയറ്റിന്ന് പോവാനില്ലെങ്കിൽ മുക്കി പിടിച്ച് അമർത്തിക്കളയും. ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക. നന്നായിട്ട് കിടന്നുറങ്ങുക. വ്യായാമം ചെയ്യുക. ഫൈബർ അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പരമാവധി ഉപയോഗിക്കുക. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പേസ്ട്രികളും പഞ്ചസാരകളും ഫാസ്റ്റ് ഫുഡും നോൺ വെജും എണ്ണമെഴുക്കുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. പൈൽസിനെ നമുക്ക് വരുതിയിലാക്കാൻ പറ്റും. ഈ മുട്ടുവേദന ഉള്ള എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ല് തേയ്മാനം എന്ന് പറയും. ഈ എല്ല് തേയ്മാനം എന്നുള്ളൊരു സംഗതി ഉണ്ടോ? മുട്ടുവേദനൻ്റെ കാരണങ്ങളിൽ നോക്കുമ്പോൾ നല്ലൊരു ശതമാനമായിട്ട് ഉത്തരം കിട്ടുന്നതാണ് എല്ല് തേയ്മാനം എന്നുള്ളത്. ഈ എല്ലാം അങ്ങനെ തേഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വല്യപ്പാർ നടന്നായിരുന്നു ഓരോ സ്ഥലത്തേക്കും പോയിരുന്നത്. അവരുടെ ഏതെങ്കിലും ഭാഗത്ത് വരെ തേഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരതല്ലേ തേയേണ്ടത്. ശരിക്കും 2 എല്ലുകൾക്കിടയിലുള്ള കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരുണാസ്ഥി ഉണ്ട്. ഈ എല്ലുകളുടെ മൂവ്മെൻ്റ് ഇല്ലാതെ ആവുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ ഈ തരുണാസ്ഥി തേഞ്ഞു പോകും. എന്നിട്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ തുടങ്ങും. അതാണ് നമ്മൾ ഇവിടെ എല്ല് തേയ്മാനം എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും. അതല്ലാതെ മുട്ടിൻ്റെ എല്ല് പകുതിയായിട്ട് തൊട വരെ അങ്ങ് തേഞ്ഞു പോകുന്ന സംഗതിയല്ല. എല്ല് തേയ്മാനം എന്നുള്ളത് ഈ തരുണാസ്ഥിയുടെ തേയ്മാനത്തെയാണ് ആളുകൾ എല്ല് തേയ്മാനം എന്ന് പറയുന്നത്. മുട്ടുവേദന കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മുട്ടുവേദന നമ്മുടെ നാട്ടിൽ എത്ര കൂടിയെന്നറിയാൻ ഞങ്ങളൊക്കെ നാട്ടിൽ പള്ളിയിൽ കസേരകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. ഈ കസേരകളുടെ കാരണം ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വരാനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മളുടെ ജീവിതശൈലിയാണ്. വ്യായാമമല്ല, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നു, വെയിറ്റ് അമിതമായിട്ട് കൂടുന്നു. ഈ വെയിറ്റ് മുഴുവൻ താങ്ങുന്നത് നമ്മളുടെ മുട്ടാണ്. ഇങ്ങനെ മുട്ടുകൾ കൂടുതലായിട്ട് ഈ വെയിറ്റിനെ താങ്ങുന്ന കാരണത്താൽ ഈ തരുണാസ്ഥി തേയ്മാനം വരികയും എല്ലുകൾ കൂട്ടിമുട്ടുകയും പിന്നീട് നടക്കാൻ കഴിയാതെ നീര് കെട്ടിയിട്ട് ചുമന്ന കളറായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ട് ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്.
ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും വില്ലനാവുന്നത് എന്താണ്? ഞങ്ങളുടെ നാട് പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ ആശുപത്രികളുടെ നഗരമാണ്. വളരെ നല്ല അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആശുപത്രിയുടെ സിറ്റിയുടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ വേറൊരു സിറ്റിയും കൂടെ ഉണ്ട്. ഫുഡ് സിറ്റി അല്ലെങ്കിൽ ഫുഡ് അങ്ങാടി, തീറ്റമുക്ക് എന്നൊക്കെ ഞങ്ങൾ മലപ്പുറത്തേര് പറയും. നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും അവിടെ ഉണ്ടാവും, ഗൾഫിൽ കിട്ടുന്നതും അവിടെ ഉണ്ടാവും. ചൈനീസ് ആണെങ്കിൽ ചൈനീസ്, അറേബ്യൻ ആണെങ്കിൽ അങ്ങനെ, മംഗോളിയൻ ആണെങ്കിൽ അങ്ങനെ, എല്ലാ തരത്തിലുള്ള ചുട്ടതും കരിച്ചതും വറുത്തതും പൊരിച്ചതൊക്കെ അവിടെ ഉണ്ടാകും. ഇത് എത്രത്തോളം കൂടണോ അതിനനുസരിച്ച് ആശുപത്രികളും കൂടും. അപ്പം നമ്മളുടെ നാട്ടിൽ രോഗം വന്നതുകൊണ്ടാണല്ലോ ആശുപത്രി കൂടുന്നത്. അപ്പോൾ ആശുപത്രി കൂടാനുള്ള, രോഗം കൂടാനുള്ള കാരണം ഭക്ഷണത്തിൽ ഞാനും നിങ്ങളും അടക്കം ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആരും കുറ്റം പറയുന്നതല്ല. നമ്മളെല്ലാവരും ഇന്ന് ഈ രോഗം ഇത്ര അധികമായതിൽ ഉത്തരവാദികളാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഭക്ഷണത്തെ പോലെ തന്നെ രോഗം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? ജീവിതശൈലിയിൽ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് മാനസിക സമ്മർദ്ദം, ടെൻഷൻ, പിരിമുറുക്കം. ഇതുണ്ടായാൽ എന്താ സംഭവിക്കുക? നമ്മൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഉറക്കം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ടെൻഷൻ വന്ന് BP കൂടും. അപ്പോൾ അറ്റാക്ക് പോലെയുള്ള സംഗതികൾ ഉണ്ടാകും. ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദഹനം ശരിയാവില്ല. അപ്പോൾ വയറിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം മരുന്നില്ലാത്തതോ ഭക്ഷണം കഴിക്കാനില്ലാത്തതോ അല്ല. നല്ല പൈസ ഉണ്ടാവും, പക്ഷേ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുക്കൂല. ആ 10 രൂപ അങ്ങോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അത് തലയിൽ പിടിച്ച് ടെൻഷനാക്കി ഉള്ള പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടേ കൊടുക്കും. അപ്പോൾ മാനസിക ആരോഗ്യം എന്നുള്ളത് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പലരും ഡയറ്റൊക്കെ ഭയങ്കര കൺട്രോളായിരിക്കും, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും, ഒന്ന് ചിരിക്കൂല. ഈ കിട്ടിയ സമ്പത്തും സ്വസ്ഥതയും ആരോഗ്യവും ഒന്നും എന്ത് ചെയ്യില്ല, ഉപയോഗപ്പെടുത്തൂല. അപ്പോൾ മാനസിക സംഘർഷമാണ് ഞാൻ കണ്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ രോഗിയാക്കുന്ന ഘടകം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ പോഡ്കാസ്റ്റിലുടനീളം സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ മാനസിക വ്യവഹാരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ എത്രത്തോളം രോഗമില്ലാതെ ആക്കാമെന്നും അതൊന്ന് ശ്രദ്ധയില്ലാതെ ആയാൽ എത്ര വലിയ രോഗങ്ങൾ വരും എന്നുള്ളതാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നുമല്ല ഇന്ന് പറഞ്ഞത്. ഞാനും നിങ്ങളും വരുത്തുന്ന അബദ്ധങ്ങളും അത് നയിക്കുന്ന അപകടങ്ങളുമാണ്. അവ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രോഗമില്ലാതെ, ആശുപത്രി ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനാകും. നമ്മുടെ ഓരോ പരിശ്രമവും അതിനാവട്ടെ. പരമാവധി ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ദിവ്യ, സീനിയർ മാനേജർ, ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.